ചിരി വന്നു ശവപ്പെട്ടി കിടക്കുന്നത്. അത് കൊള്ളാം. പേലിയുടെ പേലിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെപ്പോഴും കലക്കുന്നുണ്ട്. കൊള്ളാം. ഞാൻ വന്നിരുന്നപ്പോ തുടങ്ങിച്ചിരിക്കുക. കുഴപ്പമില്ല. പക്ഷെ കോംബോ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു. സോ വളരെ സബ്ജക്ട് ഇഷ്ടമായി എന്നാണ് എല്ലാവരും പറയുന്നത്. സോ സന്തോഷം. അതെ അതെ, ടെൻഷൻ പ്രോജക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പോ ടെൻഷനൊക്കെ റിലീവ് ആയി. എല്ലാവരും പെട്ടെന്ന് കാണണം. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്ക് ആയത് ജനങ്ങളുടെ ഓഡിയൻസിന്റെ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവില്ല. സോ അത് ഞാൻ വളരെ എന്താ പറയുക, പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പെർഫോം ചെയ്തതാണ്. അപ്പോൾ താങ്ക് യു ആൾ. ഉറപ്പായിട്ടും ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണം. ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടായിരുന്നു. പപ്പേട്ടൻ്റെ മൂവി ഭയങ്കര അടിപൊളിയായിട്ടാണ്. എനിക്ക് ആക്ച്വലി വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ഗുഡിനേക്കാൾ കൂടുതൽ എനിക്ക് കുറെ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഇന്റർവെൽ ടൈമിൽ ഞാൻ വെളിയിൽ ഇറങ്ങില്ല. സാധാരണ ഇന്റർവെല്ലിന് ഞാൻ വെളിയിൽ ഇറങ്ങണ ഞാൻ കരയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കരച്ചൊക്കെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു. പക്ഷെ ബാക്കി കാണണമോ എന്നായിരുന്നു, കാരണം ഡാർക്ക് ആയിരിക്കോ എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഭയങ്കര രസമുണ്ട്. ഇമോഷൻസ് എല്ലാം നമുക്ക് വരും. ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും എല്ലാം വരും. എല്ലാവരും കാണുക, ഡെഫിനറ്റ് ആയിട്ടും കാണാം. ചിരിച്ച് പ്ലസന്റ് ആയിട്ടല്ലേ ഇരിക്കണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഇപ്പൊ കണ്ടിറങ്ങിയിട്ടുള്ളൂ. നമ്മള് എന്താ പറയണ്ടേ, അച്ചുവിന്റെ അമ്മയൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സമയത്തുള്ള നമ്മളെ മീര ജാസ്മിൻ, എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് പുള്ളിക്കാരനെ നമുക്ക് മിസ് ചെയ്യണ്ടായിരുന്നു. ആ ഒരു വൈബ് ക്യാരക്ടേഴ്സ് ഒക്കെ മിസ് ചെയ്യണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതന്നെ സംഭവിച്ചു. പിന്നെ എന്താ പറയണ്ടേ, നരന്റെ ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വർക്കൗട്ടായി. അവർ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര വർക്കൗട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അത് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നേ. അത് നന്നായിട്ട് വന്നു. പക്ഷെ മിന്നാമിനി കൂട്ടം പോലത്തെ ഒരു പടം ആണെന്ന് വെച്ചാൽ അതൊന്നും അല്ല, ജോണറൊന്നും അതല്ല. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ പത്മകുമാർ സാറിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജോണർ പോലത്തെ ഒരു പടമല്ല. അതന്നെ നമ്മൾക്കത് ചിന്തിക്കാൻ പറ്റില്ല. പുള്ളിനെ ഓൾറെഡി ഉള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സീരിയസ് അല്ലേ. ഇതും സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മള് എന്താ പറയാ, ലൈഫ് സ്റ്റൈൽ കുറെ ആൾക്കാർ നമുക്ക് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ലാസ്റ്റിലേക്കൊക്കെ നന്നായിട്ട് ചിരിക്കാനുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. രസാ, വർക്കാവുണ്ട്. ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് ചിരിച്ചതാണ് ഞാൻ കണ്ടത്. ആരും ബോറടിച്ചിരുന്നില്ല. പടം കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിച്ചിട്ട് ഇറങ്ങിയത്. ആ, ഫാമിലി ഉറപ്പായിട്ട് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരുടെ ഫാമിലി കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ച് വന്നിരുന്ന് കാണാൻ പറ്റുന്ന പടം. പിന്നെ നേരെ വേറൊരു ജോണറിൽ പോകുന്ന പടം, കുറച്ച് സീരിയസ് ആണ്. പക്ഷെ ഇത് ഒരുമിച്ചിരുന്ന് നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ഇറങ്ങി പോവാം. ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് എന്തൊക്കെയോ ഉള്ളിൽ വെച്ചിട്ടൊന്നും ഇറങ്ങണ്ട. ഭയങ്കര ചിരിച്ച് സന്തോഷമായിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോയി കാണാം, അടിച്ചു പൊളിക്കാം, ഈ ന്യൂ ഇയർ ആഘോഷിക്കാം. സിനിമ പറയുന്നെങ്കിലും നന്നായിട്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. മീര ജാസ്മിനും നരയനും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. അവർ വീണ്ടും ഹിറ്റ് നമുക്ക് തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ പപ്പേട്ടൻ്റെ ഡയറക്ഷൻ, ജിത്തു ചേട്ടൻ്റെ ക്യാമറ, മൊത്തത്തിൽ ഗംഭീര സിനിമ. അതെ അതെ അതെ, തീർച്ചയായും അത് വളരെ എന്താ പറയുക, റിസ്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അത് പപ്പേട്ടൻ്റെ ആ ഒരു കൈയടക്കം, സംവിധായകനുള്ള കൈയടക്കം വളരെ പ്രകടമാണ്. ഒരു സെക്കൻഡ് പോലും വേണമെങ്കിൽ ഒരുപാട് ലാഗ് അടിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഒരു സെക്കൻഡ് പോലും ലാഗ് അടിപ്പിക്കാതെയുള്ള സംവിധാനം, ആ ലാഗ് വരുത്താതെ നമ്മളെ രസിപ്പിച്ച് ആ സിനിമ കാണിപ്പിച്ചതിൽ മീര ജാസ്മിനും നരയനും ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസിന് ഒരു വലിയ ഘടകമുണ്ട്. സിനിമാറ്റോഗ്രാഫിക്ക് വലിയ ഘടകമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതിന് നിർണായകമായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മൊത്തത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് അവർ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരു നിരാശ വരുമ്പോൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം മനസ്സിലാക്കുന്നത്. അത് പുതിയ തലമുറയിൽ പക്ഷെ ആൾക്കാർക്ക് മെസ്സേജ് എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണണ്ട അങ്ങനെ കരുതണ്ട. ഇത് അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ബോറടിപ്പിക്കൽ മെസ്സേജ് അല്ല, ഒരു ഗംഭീര എന്റർടൈൻമെന്റ് സിനിമ. എന്നാൽ അതിന്റെ അണ്ടർ കറന്റ് നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ.
അല്ല, നേര് ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടു. നേര് കണ്ടവർ ഈ സിനിമ കണ്ടാൽ മതി. നേര് കാണാത്തവർ വേണമെങ്കിൽ ആദ്യം നേര് കണ്ടിട്ട് ക്യൂൻ എലിസബത്ത് കണ്ടാൽ മതി. എന്തായാലും നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കും. ഇതെന്തായാലും ഒരു നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ അതിനർഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിനർഹിക്കുന്ന ഒരു പ്രാധാന്യവും പ്രേക്ഷകർ കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടോണ്ടിരിക്കുകയല്ലേ, എന്റെ പടവാ. അപ്പൊ പിന്നെ കണ്ടോണ്ടിരിക്കുക. ഞാൻ കുറെ നമ്മൾ കണ്ടു. ഇനി പ്രേക്ഷകരാ പറയേണ്ടത്. നല്ലൊരു ഫാമിലി പോയില്ല, നിങ്ങൾ കണ്ടില്ലേ? എന്ത് തോന്നി? അല്ലേ, ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന രീതി. അതേമാതിരി മീരയുടെയും നരേന്റെയും മീരയുടെയൊക്കെ ഒരു കംബാക്ക് പ്രോജക്റ്റ് ആണ് ഇത്. മീര നന്നായിട്ട് പെർഫോം ചെയ്ത് അറിയാലോ. ഇത് ടൈറ്റിൽ ഇറ്റ് സെൽഫ് ക്യൂൻ എലിസബത്ത്. അപ്പോൾ നല്ലൊരു, ഞാൻ ആസ് എൻ ഓഡിയൻസ് ആയിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു പടവും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടില്ലേ? കാരണം വെച്ചാൽ അവർ രണ്ടുപേരും നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്തും. ഇപ്പോൾ ഒരു സോങ്ങിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് അതിന്റെ അറിയാൻ പറ്റും. അവർ തമ്മിലുള്ള ആ ഒരു ബാലൻസിങ് അതൊരു ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മീരൻ എന്തായാലും നല്ലൊരു കംബാക്ക് പ്രോജക്റ്റും കൂടെയാണ്. നല്ല രീതിയല്ലേ നിങ്ങൾ ചെയ്തത് അല്ലേ? നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതൊരു ഫണ്ണായിട്ട് നമ്മളെപ്പോഴും സിനിമയാണ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഫണ്ണായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു തമാശയൊക്കെ തോന്നിയില്ലേ? എല്ലാവരും ഹ്യൂമർ ഉണ്ട്, ഇമോഷണൽ ഉണ്ട് അല്ലേ? എല്ലാ സാധനവും, എല്ലാ ചരിവുകളും ചേർന്ന ഒരു സാധനമാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ല, എല്ലാ സിനിമ നല്ല സിനിമകളും എല്ലാം നന്നായി വരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ഞാനിതിപ്പോൾ എൻ്റെ 4ാമത്തെ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമകളും നല്ല രീതിയിൽ വരട്ടെ കേട്ടോ. നല്ല സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കണം. എന്നാലേ തിയേറ്ററിൽ ആൾക്കാർ വരൂ അല്ലേ? നല്ല കണ്ടന്റ് നോക്കി ചെയ്യുക, അതാണ് വേണ്ടത്. ഇപ്പോൾ ജോസഫിന് ശേഷം സാറ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ജോസഫ് വേറൊരു ചുമന്ന് നിൽക്കുന്ന പടമാണ്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് വളരെ മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ, ജോസഫിനെ വെച്ച് നോക്കുമ്പോൾ ഈ പടങ്ങൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഈ വെക്കേഷൻ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളും കുടുംബമായിട്ട് സിനിമയ്ക്ക് വരുമ്പോൾ അവരെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ. അതായത് വളരെ സന്തോഷമായിട്ട് സിനിമ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ക്ലീൻ സിനിമ. അതാണ് ഉദ്ദേശിച്ചത്. നരേന്റെ ഒരുപാട് കോമഡി ഓഡിയൻസ് ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ, അതിനെങ്ങനെ നോക്കിയായിരുന്നു? ഈ സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു? അങ്ങനെ തന്നെയായിരുന്നു. കാര്യം നരേൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഒരു ഹ്യൂമർ ക്യാരക്ടേഴ്സ് നരേൻ അധികം ചെയ്തിട്ടില്ല. പിന്നെ ഇവര് കോംബോ, മീര ജാസ്മിൻ നരേൻ എന്ന് പറയുന്ന ഒരു കോംബോ ഓഡിയൻസ് വളരെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കോംബോ ആണ്. അതിൻ്റെ ഒരു ഗുണം കൂടെ നമ്മൾ ഈ സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഫിലിമാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ എന്താ പറയാ, കുറച്ച് സാഡ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല എന്താ പറയാ, ഒരു കുറെ പേർക്ക് ലൈഫ് റിലേറ്റബിൾ ആണത്. നല്ലൊരു, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ്റെ അമ്മ മുതൽ തുടങ്ങിയ ഫിലിംസിന്റെ ഒക്കെ ഒരു കുറെ കളക്ഷൻസ് തന്നെയുണ്ട്. പിന്നെ നല്ല ഒരു അവരുടെ ഒക്കെ എന്താ പറയാ, ഞാൻ എന്താ പറയാ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമുക്ക് പറയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നീട്ടി വലിച്ചു പോവത്തേ ഉള്ളൂ.